ആൻഡ് കമ്മിങ് ടു ദ ഫാക്ട് ദാറ്റ് എൻ്റെ മനസ്സിൽ എപ്പോഴും സാനി ഒരു ട്രാവൽ ഇൻഫ്ലുവൻസർ ആയിരുന്നു എന്നാണ്. ലൈക്ക് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത് ദാറ്റ് യു ആർ നോട്ട് I don't make money from travel. No. ടെൽ മീ അബൌട്ട് ദിസ് ഡൈനാമിക്സ്. ചിലപ്പോൾ ഞാൻ കൊളാബറേഷൻസ് കാണാറുണ്ട്, ബട്ട് ഐ തോട്ട് യു വർ ആക്ച്വലി മിൻറ്റിങ് മണി ഔട്ട് ഓഫ് ട്രാവൽ, ടു ബി ഓണസ്റ്റ്. കാരണം ഇത്ര എക്സോട്ടിക് ലൊക്കേഷൻസിലാണ് പോകുന്നത് ഈ യാത്രകൾ. ടെൽ മീ ഓഫ് ദ പ്ലേസ് ദാറ്റ് യു ഹാവ് ട്രാവൽഡ്. I think last interview കഴിഞ്ഞിട്ട് ബിഫോർ ദാറ്റ് ഐ വെന്റ് ഓസ്ട്രേലിയക്ക് അപ്പം ഞാൻ പോയിരുന്നു. ഐ തിങ്ക് അത് കഴിഞ്ഞ് ഐ വെന്റ് ടു ടർക്കി, ഫിലിപ്പീൻസ്, പിന്നെയും തായ്ലൻഡ്. തായ്ലൻഡ് സ്ഥിരം ഡെസ്റ്റിനേഷൻ. തായ്ലൻഡ് ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും, ബിക്കോസ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഭയങ്കര കുറച്ചും കൂടെ ചീപ്പാണ് ആൻഡ് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആൻഡ് ഇറ്റ്സ് എ വെരി ഫൺ പ്ലേസ്. യെസ്, വെരി ഫൺ പ്ലേസ്. ഞാൻ ഫാമിലി ആയിട്ട് തായ്ലൻഡിൽ പോയിട്ടുണ്ട്. ഐ തിങ്ക് ഈവൻ സോളോ ട്രിപ്സിനും നല്ലതാണ് തായ്ലൻഡ്. സോളോ ഐ ഡോണ്ട് റെക്കമെൻഡ് സോളോ ട്രിപ്പ് ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. ഭയങ്കര ഫൺ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് കുറച്ച് അവിടെ പോയാലും യു മീറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് സ്റ്റഫ്. ബട്ട് ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് പോയിട്ടില്ല ആൻഡ് വിത്ത് മൈ ഫാമിലി ഒരു തവണ. Where is that place with the hot air balloons? I was in Turkey. Turkey. Yeah. ആ ഒരു പിക്ചർ ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഈ പിക്ചേഴ്സ് കാണുമ്പോഴാണ് നമ്മൾ എന്ത് രസമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു മനസ്സിലായി. സോ എനിക്ക് തോന്നുന്നു പുറത്തുള്ള ആൾക്കാർ ഞാൻ പോയ 2 ട്രിപ്സ് ആക്ച്വലി കൊളാബറേറ്റ് ചെയ്ത നമ്മൾക്ക് എനിക്ക് ഫുൾ അവർ ദേ വർ ടേക്കിംഗ് കെയർ ഓഫ് മീ, മൈ ടിക്കറ്റ്, സ്റ്റേ ആൻഡ് എവറിത്തിങ് ആൻഡ് ഐ ഷുഡ് ലൈക്ക് പോസ്റ്റ് പിക്ചേഴ്സ്. ആ ട്രിപ്പിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ടർക്കി അങ്ങനെ ഒരു ഏജൻസി ത്രൂ ആണ് ഞാൻ പോയത്. ബാക്കി എൻ്റെ ഫിലിപ്പീൻസ് ഇതൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച്. ഈവൻ കെന്യയിൽ പോയിരുന്നു ഫോർ ബർത്ത്ഡേ. അതൊക്കെ ഞാൻ തന്നെയാണ് പോയത്. അപ്പൊ ഞാൻ ഈ പോകുമ്പോൾ എനിക്ക് പിക്ചേഴ്സ് എടുക്കാനുള്ള ഈ ഒരു ഇഷ്ടത്തില് ഞാൻ പ്രോപ്പർ, എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ട്രാവൽ ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ തന്നെയാണ് ഐ ലൈക്ക് ടു ഡു ദാറ്റ്. ഐ ലൈക്ക് ടു ടേക്ക് പിക്ചേഴ്സ്, വീഡിയോസ്, അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. പക്ഷെ ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഐ എം നോട്ട് ട്രൈങ് ടു പ്രൊമോട്ട് എനിത്തിങ്. പക്ഷെ പീപ്പിൾ തിങ്ക് ദാറ്റ് ഐ എം എ ട്രാവലർ ഇൻഫ്ലുവൻസർ ബട്ട് ഐ എം നോട്ട് മേക്കിംഗ് എനി മണി ത്രൂ ഇറ്റ്. And what was that picture with the mermaid? ഈ മുടിയൊക്കെ ഇങ്ങനെ അതെന്തായിരുന്നു, ഗോൾഡൻ മുടിയൊക്കെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്തോ ഫാൻസി ഡ്രസ്സോ അങ്ങനത്തെ എന്തോ പാർട്ടിയോ ക്വാളിറ്റിയാ. I don't know. തായ്ലൻഡില് they do that in the streets. അത് ഹെയറിൽ ചെയ്ത് കൊടുക്കുന്ന പൊതുവായിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ് ആക്ച്വലി ഹെയറിലേക്ക്. സോ ഞാൻ അവിടെ കണ്ടപ്പോൾ ചെയ്ത് ഒരു ഞാൻ ഓർത്ത് നോക്കി കൊച്ചിയിൽ ഇതൊക്കെ വെച്ച് വരാം. അപ്പൊ എന്റെ ഫ്രണ്ട് പറയും ഇത്രയുണ്ട് ആൻഡ് ഇറ്റ്സ് വെരി ഹാർഡ് ടു മെയിൻറ്റെയിൻ ബിക്കോസ് ഭയങ്കര ചൂടാണ് തായ്ലൻഡിൽ. അതിന്റെ കൂടെ തല വാഷ് ചെയ്യാനും പറ്റില്ല, നല്ല വേർക്കുന്നൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം ലൈക്ക് ഇത് വെച്ച് കൊച്ചിയിൽ പോയി കുറച്ച് ഫ്രണ്ട്സിനെ കാണിക്കണം. പക്ഷെ എൻ്റെ ഫ്രണ്ട് ഇടയ്ക്ക് എനിക്കൊരു റിയാലിറ്റി ചെക്ക് വരാൻ തുടങ്ങി. ഫ്ലൈറ്റിൽ കുറേ ആൾക്കാരുണ്ടാവും, ഇതൊക്കെ വെച്ച് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും നോക്കും. അപ്പം എനിക്ക് കുറച്ച് ടെൻഷൻ ആവും. അത്രയും അറ്റൻഷൻ ഫ്ലൈറ്റിലേക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇതൊക്കെ വെച്ച് നടക്കുമ്പോൾ പറ്റില്ല. ആൻഡ് ദെൻ 4ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ മിററിൽ നോക്കിയിട്ട് ഇത് ഏതാണ് ഈ കുട്ടി, ഏതാണ് ഈ ഹിപ്പി ഗേൾ എന്നുള്ളൊരു എനിക്ക് തന്നെ ഒരു അൺകംഫർട്ടബിൾ ആയപ്പോഴത്തേക്കും യാമി ഞാനും കൂടെ ഹോട്ടലിൽ അവസാനത്തെ ദിവസം ഞങ്ങൾ 2 കൂടെ ഇരുന്ന് അയച്ചു. അത് ജസ്റ്റ് അവിടെ വെച്ച് ചെയ്തൊരിതാ. ബട്ട് ഭയങ്കര ഹാർഡ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബിക്കോസ് ഇറ്റ്സ് എൻ വിഗ് അല്ലേ, ഫേക്ക് വിഗ് അല്ലേ. സോ ഇത് നമ്മൾ രാത്രി കിടക്കുമ്പോഴൊക്കെ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഡിസ്റ്റർബിങ് ആണ്. സാനി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. യു ആർ ഒഫീഷ്യലി സിംഗിൾ റൈറ്റ് നൗ ആസ് യു ടോൾഡ് മീ. ഐഷു എടുത്ത് പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. ഹൗ ഡു യു ഡീൽ വിത്ത് ഓൾ ദ മെയിൽ അറ്റൻഷൻ? യാത്ര ചെയ്യുമ്പോഴും അല്ലാതെയും, ആസ് എ ഗേൾ ഹൂ ഇസ് ഇൻ ഹർ 20s, ഏർണിംഗ്, ട്രാവലിംഗ്, മേക്കിംഗ് ഹർ ഓൺ മണി, ലിവിങ് ഹർ ഓൺ ലൈഫ്, എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഇറ്റ്സ് ബീൻ 1 year സിൻസ് ഐ എം സിംഗിൾ. സമാധാനം, സന്തോഷം എല്ലാം ഉണ്ട്. ആൻഡ് ദെൻ ഐ തിങ്ക് ഈ 1 year ഞാൻ സോളോ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഐ മീറ്റ് റാൻഡം പീപ്പിൾ, യുനോ. അവിടുന്ന് ഐ തിങ്ക് ഐ മെറ്റ് എ ഗായ് ഫ്രം ടർക്കി. സച്ച് എ നൈസ് ഗായ്. ഞങ്ങൾ എനിക്ക് ലൈക്ക് ഒരു മിനി പിക്നിക്കൊക്കെ പോലെ എന്നെ പുറത്ത് കൊണ്ടുപോയി, അങ്ങനെ ചെയ്തു. സോ ഐ തിങ്ക് സിംഗിൾ ആയതിനു ശേഷം കുറച്ചും കൂടെ ഞാൻ ക്രൗഡിനോട് കുറച്ചും കൂടെ എന്താ പറയുക ഇൻട്രാക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ കൂടി. ലൈക്ക് പുറത്ത് പോകുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ആൾക്കാർ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഒട്ടും പുഷ് അവേ ചെയ്യുന്ന ഒരു സ്വഭാവം നിർത്തി. നേരത്തേക്ക് ആരെങ്കിലും ഇപ്പോൾ കപ്പിൾസ് ആവട്ടെ ആരിലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങനെ അത്രയും സംസാരിക്കുന്നില്ല. ബട്ട് നൗ ഐ ഫീൽ ലൈക്ക് ഐ എം മോർ chill person, you know, and it's not like I'm like one night stand or dating അങ്ങനെ ഒന്നും അല്ല.
ബട്ട് കുറച്ചും കൂടെ അവിടുത്തെ ടർക്കിഷ് പീപ്പിൾ ആർ വെരി റൊമാൻറ്റിക് ഭയങ്കര റൊമാൻറ്റിക് ആണ് ഇവർ. ഐ ഗോട്ട് ആൻ എക്സ്പീരിയൻസ്. ദിസ് ഗായ് വാസ് ലൈക്ക് ഒരു ദിവസം ഞങ്ങൾ എന്തോ മീറ്റ് ചെയ്തുള്ളൂ. ഐ വാസ് ഹോൾഡിങ് മൈ ഹാൻഡ്സ്, ഇങ്ങനെ ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഐ നെവർ ഹാഡ് ദറ്റ്. ഒരു 2-3 വർഷത്തെ എൻ്റെ റിലേഷൻഷിപ്പിൽ പോലും ഒന്നും എൻ്റെ കൈ പോലും പിടിച്ച് റോട്ടിൽ കൂടെ നടന്നിട്ടില്ല. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ടർക്കിയിലുണ്ടായിരുന്നു. ആൻഡ് ദെൻ ബീയിങ് യങ് ആൻഡ് ട്രാവലിംഗ്, ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ വന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ കൂടുതലാണ്. ആൻഡ് ഐ മെറ്റ് എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഇൻ തായ്ലൻഡ്. നമ്മൾ പോയപ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയി. ട്രാവൽ ചെയ്യുന്ന വേ ഓഫ് രീതിയിലൊക്കെ ഞാൻ കുറച്ചും കൂടെ ആൾക്കാരെ എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് വെൽക്കമിങ് ആയി. ആൻഡ് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അവിടുത്തെ കൾച്ചർ, അല്ലെങ്കിൽ കുറച്ചും കൂടെ അവിടെ വേ ഓഫ് ലിവിങ് കാര്യങ്ങളും. ആൻഡ് നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ കുറേ കാര്യങ്ങൾ, നമ്മൾ ഇന്ത്യൻ നാട്ടിലെ വെഡ്ഡിങ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ലെഹങ്ക ഇടുന്നു, നിങ്ങൾ കുറേ പൈസ ഇങ്ങനെ കളയുന്നു. സോ അങ്ങനെ കുറേ എന്താ പറയുക, ഒരു കോൺവെർസേഷൻ കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആയ പോലെ എനിക്ക് തോന്നുന്നു. ആൻഡ് സേഫ്റ്റിയോ അതെങ്ങനെ? സേഫ്റ്റി വൈസ് നമ്മൾ ഒരിക്കലും ഞാൻ കെനിയയിൽ പോയി വന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്, നമ്മൾ ഒരിക്കലും സോളോ ട്രാവൽ ചെയ്യുന്ന പെൺകുട്ടികളോട് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഒരു പ്രശ്നമാണ്, നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ വിൽ ബി ലൈക്ക് ഐ എം ഡൂയിങ് സോളോ ട്രിപ്പ്, ഐ എം ട്രാവലിംഗ്. അല്ല, നെവർ ഡു ദാറ്റ്. ഐ ഓൾവേസ് ടെൽ ദം എൻ്റെ ഫ്രണ്ട്സ് റൂമിലുണ്ട്, ഞാനൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയതാണ്, I wanted to get out because it's my last day. I always tell people that. ഞാൻ ഒരിക്കലും സോളോ ട്രാവൽ ചെയ്യാന്ന് മാക്സിമം നമ്മൾ പറയാതിരിക്കുക. നമ്മൾ റാൻഡംലി മീറ്റ് ചെയ്യുന്ന ആൾക്കാരോട്, ഇത് ചില പിള്ളേർക്ക് പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. ലൈക്ക് യുനോ നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു എക്സൈറ്റ്മെന്റിൽ. ബട്ട് ദിസ് ഹാപ്പൻ ടു മീ വൺസ്. തായ്ലൻഡിൽ തന്നെ ഞാൻ ഒരു ആപ്പിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ഷോൺ അറിയോ, ആക്ട്രസ് ഷോണൊക്കെ ഞങ്ങൾ എല്ലാവരും അവിടെ ഈ ഫംഗ്ഷന് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചാങ് മൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് there is lot of beautiful properties where there is only views and നമ്മളുടെ വില്ലയിൽ നിന്നൊക്കെ രാവിലെയുള്ള വ്യൂസ്, ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ. ആൻഡ് ഇറ്റ്സ് ഓൺലി ലൈക്ക് നമ്മളുടെ അവിടെ ആക്ച്വലി അതിനൊരു 50,000 60,000 വാങ്ങിക്കാൻ ദി ഓൺലി ചാർജ് ലൈക്ക് 12,000. ആ വ്യൂവിന് അതിനെക്കാട്ടും എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ബട്ട് ഇറ്റ്സ് വെരി റീസണബിൾ ആ ഒരു വ്യൂവിന് വേണ്ടിയിട്ട്. സോ ഞാൻ ഒരു 2 ദിവസത്തേക്ക് ഞാൻ അവിടെ പോയി നിന്നിട്ട് തിരിച്ച് ഫ്ലൈറ്റ് എടുത്തിട്ട് കൊച്ചിയിലേക്ക് വന്നു. അപ്പോൾ അന്ന് ഞാൻ പുറത്ത് അവിടെ ഒരു ക്ലബിൽ പാർട്ടിക്ക് പോയപ്പോഴത്തേക്കും അതെൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു തായ്ലൻഡിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരാൾ കൊണ്ട് ഇറ്റ്സ് മൈ ലാസ്റ്റ് 2 days ഐ എം ട്രാവലിംഗ് അലോൺ. ആൻഡ് ദെൻ ഇവരുടെ വേ ഓഫ് ഇൻട്രാക്ട്, ദേ സ്റ്റാർട്ട് ബൈയിങ് മീ ആൽക്കഹോൾ. ഐ എം ലൈക്ക് നോ, ഐ ഡോണ്ട് വാണ്ട് ആൽക്കഹോൾ. അപ്പോൾ എനിക്ക് മിസ്ബിഹേവിങ് അങ്ങനെ ഒന്നും ആയിരുന്നില്ല. പക്ഷേ നമ്മളോടുള്ള ഫ്രീഡം കുറച്ചും കൂടെ നമ്മൾ നോക്കിക്കോളാം എന്നുള്ളൊരു വേ ഓഫ് രീതിയായി. അപ്പം അതിനുശേഷം ഞാൻ ഈ ഫിലിപ്പീൻസ് ട്രിപ്പും സോളോ ആയിരുന്നു. അപ്പോൾ ആ പെൺകുട്ടികളുടെ ഗ്രൂപ്പിൽ അവർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, വാട്ട് ഓൾ യു ഷുഡ് ഡു വെൻ യു ആർ എ സോളോ ട്രാവലർ. യു ഷുഡ് ക്യാരി പെപ്പർ സ്പ്രേ, അത് ഇത്. ആൻഡ് ദെൻ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ സോളോ ട്രാവലിംഗ് ചെയ്യാന്ന് പറയരുത്. സോ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ട്രാവൽ ചെയ്ത് വന്നു തുടങ്ങിയപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിരുന്നു.